തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കടുത്ത മത്സരം നേരിടുമെന്ന് പറയുകയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലായിരിക്കും കടുത്ത മത്സരമുണ്ടാവുക. ഇരു പാർട്ടികളും പകുതി സീറ്റുകൾ വീതം സ്വന്തമാക്കുമെന്നും കിഷോർ പറയുന്നുണ്ട്. ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു പ്രശാന്തിന്റെ ഈ പ്രതികരണം. ബി.ജെ.പിയോ കോൺഗ്രസോ 2 സീറ്റ് കൂടുതൽ നേടാൻ സാധ്യതയുമുണ്ട്. തെലങ്കാനയിൽ 17 ലോക്സഭാ സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ 4 സീറ്റുകൾ നേടി ബി.ജെ.പി എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. 20% വോട്ടും പാർട്ടി നേടിയിരുന്നു. ബി.ആർ.എസിന്റെയും കെ ചന്ദ്രശേഖര റാവുവിന്റെയും കോട്ടയായിരുന്നു തെലങ്കാന. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തോൽവി നേരിട്ടതോടെ സംസ്ഥാനത്ത് പ്രധാന പോരാട്ടം കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലായിരിക്കുകയാണ്. ബി.ആർ.എസ് വളരെ ദുർബലമായിരിക്കുകയാണ്. 6 മുതൽ 9 സീറ്റുകൾ വരെ ബി.ജെ.പി നേടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത്. സാധാരണ താൻ സീറ്റുകളുടെ കണക്കുകൾ പറയാറില്ല. എന്നാൽ തെലങ്കാനയിൽ ബി.ജെ.പിയും കോൺഗ്രസും 9 സീറ്റുകൾക്കിടയിൽ നേടിയേക്കുമെന്നും പ്രശാന്ത് കിഷോർ തറപ്പിച്ചു പറയുന്നുണ്ട്. ബി.ആർ.എസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തികളല്ല. ഇവിടെ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ് തെലങ്കാനയിലെ മത്സരം. ഇരുവർക്കും തുല്യ സാധ്യതയാണ് സംസ്ഥാനത്തുള്ളതെന്നും കിഷോർ പറയുന്നു. 2019 ബി.ആർ.എസ് 9 സീറ്റുകളാണ് നേടിയത്. 42% വോട്ടും നേടിയിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 39 സീറ്റുകളാണ് അവർ നേടിയത്. എന്നാൽ രേവന്ത് റെഡ്ഡിയുടെ മികവിൽ കോൺഗ്രസ് 64 സീറ്റ് നേടി തെലങ്കാനയിൽ അധികാരത്തിലെത്തുകയായിരുന്നു. 39.40% വോട്ടും പാർട്ടിക്ക് ലഭിച്ചു. മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 10% വോട്ടാണ് കോൺഗ്രസ് വർദ്ധിപ്പിച്ചത്. അതേസമയം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ബി.ജെ.പിക്കുള്ള 300 സീറ്റിൽ കുറവ് വരാൻ സാധ്യതയില്ല. ഉത്തരേന്ത്യയിലോ പശ്ചിമേന്ത്യയിലോ ബി.ജെ.പിക്ക് സീറ്റുകൾ കുറയാൻ സാധ്യതയില്ല. ദക്ഷിണേന്ത്യയിലും വടക്കുകിഴക്കൻ മേഖലയിലും ബി.ജെ.പിയുടെ വോട്ട് ശതമാനം വർദ്ധിക്കും. സീറ്റ് കുറയില്ലെങ്കിലും ബി.ജെ.പി ഒരിക്കലും 400 സീറ്റ് നേടില്ല. അതിനർത്ഥം 200 സീറ്റിലേക്ക് കുറയുമെന്നല്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഉത്തരേന്ത്യയിലും പശ്ചിമേന്ത്യയിലും 100 സീറ്റെങ്കിലും ബി.ജെ.പിക്ക് നഷ്ടം സംഭവിക്കണം. ബി.ജെ.പി 200 സീറ്റ് നേടില്ലെന്ന് പറയുന്ന ആളുകൾ എവിടെയാണ് 100 സീറ്റുകൾ ബി.ജെ.പിക്ക് നഷ്ടമാവുകയെന്ന് പറയണമെന്നും കിഷോർ ആവശ്യപ്പെട്ടു. അതേസമയം ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി വമ്പൻ പരാജയം നേരിടുമെന്നും ഒഡീഷയിൽ കൂടുതൽ സീറ്റുകൾ പാർട്ടിക്ക് ലഭിക്കുമെന്നും കിഷോർ നേരത്തെ പ്രവചിച്ചിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സർക്കാർ കേന്ദ്രത്തിൽ ഒരിക്കൽ കൂടി അധികാരത്തിലേറുമെന്ന പ്രവചനവുമായി ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ മുൻപ് എത്തിയിരുന്നു. 543 അംഗ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റുകളാണ്. എൻ.ഡി.എ സഖ്യം 335 സീറ്റുകൾ നേടി അധികാരത്തിലേറുമ്പോൾ ബി.ജെ.പി മാത്രം 304 സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത്. എന്നാൽ 2019നേക്കാൾ 2024 എൻ.ഡി.എ സഖ്യത്തിന് സീറ്റ് കുറയുമെന്നും സർവേ എടുത്തു പറയുന്നുണ്ട്. 18 സീറ്റുകൾ കുറയുമെന്നാണ് പ്രവചിക്കുന്നത്. ഇന്ത്യ സഖ്യം അധികാരം തിരിച്ചുപിടിക്കാനുള്ള സാധ്യത വിദൂരമാണെന്ന് പ്രവചിക്കുന്ന സർവേ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് നേരിയ മുന്നേറ്റം സൃഷ്ടിക്കാനാകുമെന്ന സൂചനയും നൽകുന്നുണ്ട്. 71 സീറ്റുകളോടെ കോൺഗ്രസ് ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാകുമെന്നും ഇന്ത്യ സഖ്യം 166 സീറ്റുകൾ നേടുമെന്നും സർവേയിൽ പറയുന്നു. 2019 കോൺഗ്രസിന് 52 സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചത്. ഇത്തവണ പ്രവചനങ്ങൾ മാറിമറിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം.